മലയാളത്തിൽ കടവൻ ഏറ്റവും കൂടുതൽ തെരുവുകളിലും ടൗൺ ഹാളുകളിലും സർവകലാശാലകളിലും ചൊല്ലിയിട്ടുള്ളത് കുറത്തിയും കിരാതവൃത്തവും ശാന്തയുമാണെങ്കിൽ 2002 ശേഷം കടമൻ വേദികളിൽ ഏറ്റവും കൂടുതൽ ചൊല്ലിയിട്ടുള്ളത് ഖ്യാ എന്ന കവിതയാണ്. ഖ്യാ എന്ന കവിത കടമൻ ഇളകി മറിഞ്ഞ് ചൊല്ലുന്നത് കേരളം മുഴുവൻ കണ്ടതുമാണ്, കേട്ടതുമാണ്. പക്ഷേ ആ കവിത കടമൻ എഴുതാൻ ഇടയാക്കിയ പശ്ചാത്തലവും എഴുതിയ വിധവും പലർക്കും അറിയില്ല. നിന്നുപോയി എന്ന് കരുതപ്പെടുന്ന കടമൻ്റെ കവിത ഒരു വലിയ കുതിച്ചുചാട്ടമായി കടന്നു വരുന്നത് ഗുജറാത്ത് വംശഹത്യാനന്തരമുള്ള ഒരു പശ്ചാത്തലത്തിലാണ്. കൃത്യം പറഞ്ഞാൽ ഞങ്ങൾ ഗുജറാത്തിൽ നിന്ന് കേരളത്തിലേക്ക് തീവണ്ടിയിൽ മടങ്ങുന്ന സന്ദർഭത്തിലാണ്. അവിടെ വച്ചാണ് 2 സംഭവങ്ങൾ ഉണ്ടാവുന്നത്. ഒന്ന്, ഗുജറാത്തിൽ നിന്ന് കൊച്ചിയിലേക്ക് തുണിക്കച്ചവടത്തിന് പോകുന്ന ഒരു ഗുജറാത്തിയുമായുള്ള സംഭാഷണം. 2, സൗരാഷ്ട്രയിൽ, ഗുജറാത്തിലെ ഒരു സവർണ പ്രദേശമാണ്, അവിടെ എത്രയോ കാലമായി താമസിക്കുന്ന കോട്ടയത്തുള്ള സോണിയ എന്ന ഒരു യുവതി തീവണ്ടി യാത്രക്കിടയിൽ വെച്ച് ഞങ്ങളുമായി പരിചയപ്പെടുകയും പരസ്പര സംഭാഷണത്തിനിടയിൽ പങ്കുവച്ച ഒരനുഭവം. ഈ 2 കാര്യങ്ങളാണ് നമ്മളൊരു കവിതയെക്കുറിച്ച് പറയുമ്പോൾ, ഒരു കഥയെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ രൂപീകരണത്തിൽ പ്രധാനപ്പെട്ട അസംസ്കൃത പദാർത്ഥങ്ങൾ എന്തൊക്കെയാണ് എന്ന് സാഹിത്യ വിമർശനം പരിശോധിക്കുമല്ലോ. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഈ 2 അനുഭവമാണ്. ഈ കവിത നോക്കിക്കഴിഞ്ഞാൽ പ്രത്യക്ഷത്തിൽ ഇതിൽ അത്ഭുതപ്പെടുത്തുന്ന സൗന്ദര്യശാസ്ത്രത്തിൻ്റെ സമ്മോഹനമായ ഒരു തരത്തിലുള്ള ആവിഷ്കാരവുമില്ല. ഇത് ചില പ്രസ്താവനകളും ചില ചോദ്യങ്ങളും മാത്രമുള്ള, വേണമെങ്കിൽ വളരെ സാധാരണമെന്ന് പറയാവുന്ന, കടവനിട്ടയുടെ മറ്റു കവിതകളുടെ മുമ്പിൽ നിവർന്നു നിൽക്കാൻ കഴിയുമോ എന്ന് സൗന്ദര്യശാസ്ത്രത്തിൻ്റെ മണ്ഡലത്തിൽ നിന്ന് ഈ കവിതയെ നോക്കുന്നവർക്ക് ചോദിക്കാൻ തോന്നാവുന്ന ഒരു കവിതയാണ്. പക്ഷേ മറ്റ് കവിതകളെപ്പോലെ തന്നെ കേരളത്തെ ഇളക്കി മറിച്ചൊരു കവിതയാണിത്. ഞാൻ പലതവണ ഇതിന് സാക്ഷിയായിട്ടുണ്ട്. എഴുതുന്നതിന് സാക്ഷിയാണ്, എഴുതി കഴിഞ്ഞതിന് ശേഷം കടമൻ ചൊല്ലുന്നതിന് സാക്ഷിയാണ്. പിന്നീട് സാംസ്കാരിക പ്രവർത്തകരും പ്രഭാഷകരുമൊക്കെ പല വേദികളിൽ ഈ കവിത അവരുടേതായ രീതിയിൽ ആവിഷ്കരിക്കുന്നതിന് സാക്ഷിയാണ്. അതുകൊണ്ട് ഇതേക്കുറിച്ച് വളരെ വിശദമായിട്ട് പറയാൻ പറ്റും. പക്ഷേ സംക്ഷിപ്തമായി പറയുന്നത്, ഈ കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഗുജറാത്തിൽ നിന്ന് മടങ്ങുമ്പോൾ കൊച്ചിയിലേക്ക് തുണിക്കച്ചവടത്തിന് പോകുന്ന ഒരു ഗുജറാത്തിയുമായി പരിചയപ്പെട്ടു. ഒരു തരത്തിലുള്ള ആഡംബരവുമില്ല, വളവ് തിരിവുകളില്ല. വളരെ വ്യക്തമാണ്. കേരളത്തിലേക്കുള്ള മടക്കയാത്രയിൽ ഗുജറാത്തിൽ നിന്ന് കൊച്ചിയിലേക്ക് തുണിക്കച്ചവടത്തിന് പോകുന്ന ഒരു യാത്രക്കാരനെ പരിചയപ്പെടുന്നു. ആ യാത്രക്കാരൻ പരിചയപ്പെടലിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കവിയോട് ചോദിക്കുന്നു, താങ്കളുടെ ശുഭനാമം എന്താകുന്നു? ഞാൻ പറഞ്ഞു, രാമകൃഷ്ണൻ. രാമകൃഷ്ണൻ, റാം റാം എന്ന് അഭിവാദ്യം ചെയ്തുകൊണ്ട് അയാൾ എൻ്റെ നേരെ ഏറെ അടുത്തിരുന്നു. അവിടെ വെച്ച് കവിത വളരെ നാടകീയമായിട്ട് മാറുകയാണ്. കാരണം ആളുകൾ പരസ്പരം പേര് ചോദിക്കുന്നത്, പേര് പറയുന്നത്, ഇതൊക്കെ സാധാരണയാണ്. എന്നാൽ തീവണ്ടിയിൽ വെച്ച് രാമകൃഷ്ണൻ എന്ന പേര് കേട്ട മാത്രയിൽ രാമകൃഷ്ണൻ, റാം റാം, രാമകൃഷ്ണൻ എന്ന് അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്നിലേക്ക് അയാൾ ഏറെ അടുത്തിരുന്നു. ആ ഓരോ പ്രയോഗങ്ങളും, കവിതയിൽ ഓരോ പ്രയോഗങ്ങളും ഗുജറാത്ത് വംശഹത്യയിലെ ചോര കുത്തി ഒഴുകിയ വഴികളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. കാരണം ഒരു പേര് മതി, ഒരു വാക്കു മതി വംശഹത്യാക്കാലത്ത് നമ്മുടെ ജീവിതം നഷ്ടപ്പെടാൻ. ഈ കവിതയുടെ പശ്ചാത്തലം തീവണ്ടി യാത്രയായതുകൊണ്ട് അതേ തീവണ്ടി യാത്രക്കിടയിൽ
വംശഹത്യ നടക്കുന്ന കാലത്ത് ഒരു യുവതി രക്ഷപ്പെട്ടത് ഒരൊറ്റ വാക്കുകൊണ്ടാണ്. മറ്റൊരു കുട്ടി മനീഷ് എന്നൊരാൾ രക്ഷപ്പെടുത്തിയത്, അപകടത്തിൽപ്പെട്ടത് വേറൊരു വാക്കുകൊണ്ടാണ്. അബ്ബ എന്ന് വിളിച്ചതുകൊണ്ട് ഒരു കുഞ്ഞ് ഈ വംശഹത്യ കാലത്ത് കൊല ചെയ്യപ്പെട്ടു. മമ്മി എന്ന് വിളിച്ചതുകൊണ്ട് മറ്റൊരു മുസ്ലിം യുവതി രക്ഷപ്പെട്ടു. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, തീവണ്ടി യാത്രക്കിടയിൽ രാമകൃഷ്ണൻ എന്ന പേര് കേട്ടപ്പോൾ തുണിക്കച്ചവടത്തിന് പോകുന്ന ആ ഗുജറാത്തി പുളകിതനായി. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ രാമകൃഷ്ണൻ എന്നതിന് പകരം വല്ല മുഹമ്മദെന്നോ കോയക്കുട്ടിയെന്നോ ജോസഫെന്നോ ആയിരുന്നെങ്കിൽ ഇത്രമേൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് അടുത്തിരിക്കുമായിരുന്നുവോ ചേർന്നിരിക്കുമായിരുന്നുവോ എന്ന ഒരു ചോദ്യത്തിന് പഴുതിട്ടുകൊണ്ട് പ്രത്യക്ഷത്തിലില്ല, പരോക്ഷമായി കവിതയിലെ പേര് ചോദിക്കൽ അവിടെ അവസാനിക്കുന്നു. പിന്നെ അടുത്ത ചോദ്യം, അതാണ് കവിതയിലെ ഏറ്റവും നാടകീയമായ സന്ദർഭം, സ്ഫോടനാത്മകമായോ. താങ്കളൊരു മാംസബുക്കാണോ? നാം മനസ്സിലാക്കേണ്ടത്, പരസ്പരം പേര് ചോദിച്ച് പരിചയപ്പെട്ടാൽ പിന്നെ അടുത്ത ഘട്ടം എന്താണ് ജോലി, സുഖമല്ലേ, എവിടെയാണ് വീട്, ആരൊക്കെയുണ്ട് എന്നായിരിക്കും. എന്നാൽ കവിതയിലെ ചോദ്യം എടുത്തപടി ഒരൊറ്റ ചോദ്യമാണ്, താങ്കളൊരു മാംസബുക്കാണോ? അത് വംശഹത്യയിലേക്കുള്ള രണ്ടാമത്തെ വഴിയാണ്. ഗുജറാത്ത് വംശഹത്യയിൽ രക്ഷപ്പെടാൻ വേണ്ടി പലതരത്തിൽ ഭക്ഷണം ഉൾപ്പെടെ മറച്ചു വെച്ചുകൊണ്ട്, ഭക്ഷണരീതി ഉൾപ്പെടെ മറച്ചു വെച്ചുകൊണ്ട് പ്രവർത്തിച്ചവരുണ്ട്. അവരെ കൂടി പിടികൂടി കൊന്ന അനുഭവങ്ങളുണ്ട്. അവിടെയാണ് താങ്കൾ മാംസബുക്കാണോ? അതിന് കടമൻ്റെ മറുപടി, കവിതയിലെ മറുപടി, ആ മറുപടി ജനായത്തത്തിൻ്റെ മതനിരപേക്ഷതയുടെ എക്കാലത്തെയും മഹത്തായ മറുപടിയാണ്. അങ്ങനെയൊന്നുമില്ല ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഭക്ഷണം അത് അയാളുടെ താല്പര്യമാണ്, അഭിരുചിയാണ്. അതത്ര വലിയ സാമൂഹ്യ പ്രശ്നമായിട്ട് സമ്മേളനം വിളിച്ചുകൂട്ടി പ്രഖ്യാപിക്കുകയും ആഘോഷിക്കുകയും ചെയ്യേണ്ട ഒന്നല്ല. നിങ്ങൾക്ക് ഏത് ഭക്ഷണമാണോ താല്പര്യം അത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അതാണ്, അങ്ങനെയൊന്നുമില്ല. സ്വാഭാവികമായും ഭക്ഷണത്തെക്കുറിച്ച് ചോദിച്ചതുകൊണ്ട് കവിതയിലും കടമൻ്റെ കവിതയിലും അതേ ചോദ്യമുണ്ട്. താങ്കളോ? അതിനയാളുടെ മറുപടി, ഞങ്ങൾ വൈഷ്ണവ ജനത ശുദ്ധ സസ്യബുക്കുകളാണ്, അഭിമാനത്തോടെ അയാൾ പറഞ്ഞു. ആ വരിയിൽ അല്പാഴത്തിൽ ആലോചിച്ചാൽ ചില അപകടങ്ങളുണ്ട്. ആ അപകടമെന്ന് പറയുന്നത്, ഒന്ന്, വൈഷ്ണവ ജനത, അത് കവിതയിൽ ചോദിക്കപ്പെടാത്ത കാര്യമാണ്. രണ്ട്, ഞങ്ങൾ ശുദ്ധ സസ്യബുക്കുകളാണ്. സസ്യബുക്കാവാനും മാംസബുക്കാവാനും മിശ്രബുക്കാവാനും ആർക്കും അവകാശമുണ്ട്. പക്ഷേ കവിതയിൽ ആ മറുപടി, ഞങ്ങൾ ശുദ്ധ സസ്യബുക്കുകളാണ്. അപ്പം കടമിട്ട കവിതയിലെ ഖ്യാലെ വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യം, ആ ചോദ്യം ഇതാണ്, നിങ്ങളിൽ ചില പുല്ലുതീനികൾ പൂർണ്ണ ഗർഭിണിയുടെ വയറ് കീറി കുട്ടിയെ വെളിയിലെടുത്ത് വെട്ടി നുറുക്കി തിന്നതോ തള്ളയെയും ഞാൻ ചോദിച്ചുപോയി. ഒരുപക്ഷെ വംശഹത്യയുടെ ഏറ്റവും ഭീതിജനകമായൊരു ദൃശ്യത്തിലേക്ക് ഈ ചോദ്യം നമ്മളെ നയിക്കും. കവിതയിലെ ഈ ചോദ്യം കൗസർ ബാനുവിനെ കുറിച്ചുള്ളതാണ്. ഗർഭിണിയായ കൗസർ ബാനുവിനെ ഇവിടെ നമ്മൾ ഓർമ്മിക്കേണ്ട ഗുജറാത്ത് വംശഹത്യയിലെ ഏറ്റവും വലിയ ഭീകരനിൽ ഒരുവനായ ബാബു ബജ്രംഗിയെക്കുറിച്ച് ഞാൻ പിറകെ പറയാം. ഈ ചോദ്യം, നിങ്ങളിൽ ചില പുല്ലുതീനികൾ പൂർണ്ണ ഗർഭിണിയുടെ വയറ് കീറി കുട്ടിയെ വെളിയിലെടുത്ത് വെട്ടി നുറുക്കി തിന്നതോ തള്ളയെയും ഞാൻ ചോദിച്ചുപോയി. ഈ ചോദ്യം കേട്ടപാട് അതുവരെ രാമകൃഷ്ണൻ എന്ന് കേട്ടപ്പോൾ രാംകൃഷ്ണൻ രാം രാം എന്ന് പറഞ്ഞ്
ഏറെ അടുത്തിരുന്ന് ആശ്ലേഷിച്ച അയാൾ പെട്ടെന്നൊരു വികൃത ജന്തുവായി മാറി കൊലപ്പല്ലുകൾ കാട്ടി പുരികത്തിൽ വില്ലുകുലച്ചുകൊണ്ട് മുരണ്ടു. ഖ്യാ. ഈ രൂപമാറ്റമാണ് ഗുജറാത്ത് വംശഹത്യയുടെ പൊരുൾ. അതാണ് കടമ്മനിട്ടയുടെ ഖ്യാ എന്ന കവിത. വികൃത ജന്തുവായി കൊലപ്പല്ലുകൾ കാട്ടി പുരികത്തിൽ വില്ലുകുലച്ചുകൊണ്ട് ഖ്യാ എന്ന് മുരണ്ട. കടമിട്ട തൻ്റെ കവിതയിൽ പേര് കൊടുക്കാൻ പോലും അർഹതയില്ലാത്ത ഒരശ്ലീലമായി പരിഗണിച്ച ആ ഭീകര ബോറനാണ് എമ്പുരാനിൽ ബാബു ബജ്രംഗിയായി നാം കണ്ടത്, മുന്നയായി നാം കണ്ടത്. ഞാൻ പറയുന്നത് ഖ്യാ എന്ന കവിത അതൊരു ഭക്ഷണത്തെക്കുറിച്ചുള്ള കവിതയല്ല. അത് മലയാളിയായ കവിയും തുണിക്കച്ചവടക്കാരനായ ഗുജറാത്തിയും തമ്മിലുള്ള പരിചയപ്പെടലിൻ്റെ കവിതയല്ല. മറിച്ച് വംശഹത്യയെക്കുറിച്ചുള്ള, വംശഹത്യയിലേക്ക് കാര്യങ്ങൾ എങ്ങനെ വളർന്നെത്തി, അത് 2002 ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ചല്ല. അത് നമ്മുടെയൊക്കെ വീടുകളിൽ വെച്ച്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വെച്ച്, നമ്മുടെയൊക്കെ പേരുകളിൽ വെച്ച്, അപരവൽക്കരണത്തിൻ്റെ ആഴങ്ങളിൽ വെച്ച്, വെറുപ്പുൽപ്പാദിപ്പിക്കുന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ പടിപ്പുരകളിൽ വെച്ച്, അവിടെ വെച്ചാണ് ഇത് ആരംഭിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന മലയാളത്തിലെ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, പ്രസ്താവനകളും ചോദ്യങ്ങളും മാത്രമുള്ള, പ്രത്യക്ഷത്തിൽ സാധാരണമായ എന്നാൽ അസാധാരണമായ സ്ഫോടന ശക്തിയുള്ള ഈ കവിത, ഈ കവിതയോട് ചേർത്ത് വെച്ച് തീവണ്ടിയിൽ ഒരു അനുഭവം കൂടി പങ്കിട്ടാൽ ഈ കവിതയുടെ ഒരു വിശകലനവും അതോടൊപ്പം വംശഹത്യയിലേക്കുള്ള ഒരു വിസ്തൃതമായ വഴിയും നമുക്ക് മുമ്പിൽ തെളിയും. തീർച്ചയാണ് ആ തീവണ്ടി അനുഭവം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സോണിയ എന്ന സൗരാഷ്ട്രയിൽ താമസിക്കുന്ന, അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു അതൊരു സവർണ കേന്ദ്രമാണ്. സോണിയയോട് ഗുജറാത്ത് ജീവിതത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് പറയത്തക്ക ഒരു പ്രശ്നവുമില്ല എന്നാണ്. അതവരുടെ സത്യസന്ധമായ ഉത്തരം തന്നെയാണ്, അത് സംശയിക്കേണ്ട കാര്യമില്ല. എന്നാൽ പിന്നീട് തുടർച്ചയായി സംസാരിച്ചപ്പോൾ അവർ പങ്കുവച്ച ഒരു കാര്യം, അവിടെ മാംസം, മത്സ്യം പാചകം ചെയ്യാൻ ഞങ്ങൾക്ക് പ്രയാസമാണ്. പിന്നീട് അവർ വിശദീകരിച്ചത്, ഞങ്ങൾ ചോദിച്ചപ്പോൾ മാത്രം അവർ പറഞ്ഞത്, എങ്ങനെയാണ് പിന്നെ അവർ മാംസം പാചകം ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ തീരെ പാചകം ചെയ്യാറില്ലേ, അത്രമേൽ മാംസം ഇഷ്ടമായിട്ടും തീരെ പാചകം ചെയ്യാറില്ലേ, മത്സ്യം പാചകം ചെയ്യാറില്ലേ? അപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾ പാചകം ചെയ്യാറുണ്ട്, അത് വളരെ പേടിച്ചിട്ടാണ്. ഞങ്ങൾ ജനവാതിലും വാതിലൊക്കെ അടച്ച്, ചന്ദൻ തിരിയൊക്കെ കത്തിച്ച്, റെഫ്രഷറൊക്കെ അടിച്ച്, പുറത്ത് മണം പടരാതിരിക്കാൻ ശ്രദ്ധിച്ചിട്ടാണ്. അവരുടെ ഈ മറുപടി നമ്മെ ഭയപ്പെടുത്തുന്നതാണ്. പക്ഷെ അവർക്ക് അത് സ്ഥിരം ചെയ്യുന്നതായതുകൊണ്ട് ഒരു പതിവായി ഞാൻ ഈ ഗുജറാത്ത് വംശഹത്യയുടെ അനുഭവ വിവരണത്തിൻ്റെ ആമുഖത്തിൽ പറഞ്ഞ ഒരു ഭീകരത, ഒരു ക്രൂരത സ്വാഭാവികമായി തീർന്നാൽ പിന്നെ അതിൻ്റെ ഭീകരാംശം കുറഞ്ഞു വന്ന് അതും സ്വാഭാവികമായി തീരും എന്നതിനെ കൃത്യം തെളിയിക്കുന്നതാണ് സോണിയ പങ്കുവെച്ച അനുഭവം. സോണിയ പറഞ്ഞു, ഒരു പ്രശ്നവുമില്ല ഞങ്ങൾക്ക്. എന്നിട്ട് പിന്നെ അവർ പറയുന്നത്, ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് പേടിയാണ്. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഏറ്റവും രുചികരമായി അനുഭവപ്പെട്ട ഭക്ഷണം പേടിയോടുകൂടി കഴിക്കേണ്ടി വരുന്നൊരവസ്ഥ, അത് ജനായത്തത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടും അഭിമാനകരമല്ല. ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് ഞാൻ എൻ്റെ ഒരു പ്രബന്ധത്തിൽ, വംശഹത്യയെക്കുറിച്ച് വിവരിക്കുന്ന ഒരു പ്രബന്ധത്തിൽ, 5 റുപ്യയുടെ മത്തി വറുക്കണമെങ്കിൽ, പൊരിക്കണമെങ്കിൽ 10 രൂപയുടെ ചന്ദനത്തിരി കത്തിച്ച് വെക്കേണ്ടി വരുന്ന അവസ്ഥ എത്രമേൽ അപമാനകരമാണ് എന്നെഴുതിയത്. ജനായത്തത്തിൻ്റെ കാഴ്ചപ്പാടിൽ അവമാനകരമായ ഈ അവസ്ഥയെ, ഭയപ്പെടുത്തുന്ന ഈ അവസ്ഥയെ നിരന്തരം ഈ അനുഭവത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ടാവാം, ഒരുപക്ഷെ അതിനെ അപഗ്രഥിക്കാൻ കഴിയാത്തത് കൊണ്ടാവാം സോണിയക്കൊരു സാധാരണ അനുഭവമായത്. എന്നാൽ ഞങ്ങൾ വൈഷ്ണവ ജനത
ശുദ്ധ സസ്യ ബുക്കുകളാണ് എന്ന് പറഞ്ഞപ്പോൾ അതുവരെ സൗമ്യമായി മാത്രം സംസാരിച്ച കവിതയിലെ സാന്നിധ്യം പെട്ടെന്ന് നിങ്ങളിൽ ചില പുല്ലുതീനികൾ എന്ന് വളരെ രോഷാകുലമായി പ്രതികരിച്ചത് ഒരു ഫാസിസ്റ്റ് വിരുദ്ധ കാഴ്ചപ്പാട് ആശയമുള്ളതുകൊണ്ടാണ്. ഗുജറാത്തിൽ എത്രയോ കാലമായി താമസിക്കുന്ന മലയാളിയായ സോണിയക്ക് ഒരു ഫാസിസ്റ്റ് വിരുദ്ധ കാഴ്ചപ്പാട് സ്വാംശീകരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്, ഒരു ജനായത്ത ബോധ്യം ആഴത്തിൽ സ്വാംശീകരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് തൻ്റെ ഭക്ഷണ സ്വാതന്ത്ര്യത്തിൽ ഇടപെട്ടതിനെ ആവിധം ഒരു ഗൗരവ പ്രശ്നമായി കാണാൻ കഴിയാതെ പോയതെങ്കിൽ കടമ്മനിട്ടയുടെ കവിതയ്ക്ക് ഈ ഞങ്ങൾ ശുദ്ധ സസ്യബുക്കുകളാണ് എന്ന പൊങ്ങച്ച വീരസ്യ പ്രകടനത്തെ പ്രശ്നവൽക്കരിക്കാൻ കഴിഞ്ഞത് ഒരു ഫാസിസ്റ്റ് വിരുദ്ധ ആശയം, ജനായത്ത ആശയമുള്ളതുകൊണ്ടാണ്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ഏതായുധത്തെക്കാളും മൂർച്ചയുള്ളതാണ് ആശയങ്ങൾ എന്ന വളരെ പ്രാഥമികമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് വംശഹത്യയെ എമ്പുരാൻ സിനിമയിൽ എന്ന പോലെ ആയുധങ്ങളുടെ മൂർച്ച കൊണ്ടല്ല, മറിച്ച് ആശയങ്ങളുടെ മൂർച്ച കൊണ്ടും കൃത്യത കൊണ്ടുമാണ് നേരിടേണ്ടത്. അത് നേരിടാൻ കഴിയും എന്നതിൻ്റെ ഉത്തരം ഒരുപക്ഷെ പ്രതീകാത്മകമായി ക്യാ എന്ന കവിത നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. കാരണം വളരെ മനോഹരമായി വസ്ത്രം ധരിച്ച്, വളരെ മനോഹരമായി സംസാരിച്ച്, സൗഹൃദം പങ്കുവച്ച ഒരാൾ പെട്ടെന്ന് ഒരു വികൃത ജന്തുവായി രൂപപ്പെടുന്നത് എപ്പോഴാണ്? ഐനസ്കോയുടെ കണ്ടാമൃഗങ്ങൾ ഓർക്കാം, മറ്റ് നിരവധി കൃതികൾ ഓർക്കാം. അതുകൊണ്ട് കടമ്മനിട്ടയുടെ ക്യാ വംശഹത്യയുടെ ഭീകരതയെ വ്യക്തമാക്കുന്ന, വംശഹത്യാ ഭീകരരെ അസ്വസ്ഥമാക്കുന്ന മലയാളത്തിലെ ശ്രദ്ധേയമായ കവിതയാണ്. ഗുജറാത്ത് എന്ത് എന്ന് വിശദമായ പഠന റിപ്പോർട്ടുകളിലൂടെ കടന്നു പോകാൻ പ്രയാസപ്പെടുന്നവർക്ക് ഈ ഒരൊറ്റ കവിത മതി, ഒരു 20 വരിയുള്ള കവിത. ആ 20 വരിയുള്ള കവിത 3.5 മണിക്കൂർ ദൈർഘ്യമുള്ള എമ്പുരാനിലേക്കുള്ള ഏറ്റവും നല്ല കവാടമാണ്. എന്നാൽ എമ്പുരാൻ്റെ പരിമിതി കടമ്മനിട്ടയുടെ കവിതയ്ക്കില്ല. ഞാൻ കവിതയും സിനിമയും തമ്മിൽ താരതമ്യം ചെയ്യുകയല്ല, അത്തരമൊരു താരതമ്യം പൂർണ്ണാർത്ഥത്തിൽ നിലനിൽക്കുകയില്ല. പക്ഷേ മലയാളി മനസ്സിലാക്കേണ്ടതുണ്ട്, കടമ്മനിട്ടയുടെ ക്യായിലൂടെ നമുക്ക് എമ്പുരാനിലെ ബാബു ബജ്രംഗിയിലേക്ക് എത്തിപ്പെടാൻ പറ്റും. ഇനി നമ്മൾ ആലോചിക്കേണ്ടത്, അന്വേഷിക്കേണ്ടത്, ആരാണ് ഈ ബാബു ബജ്രംഗി? അയാൾ എങ്ങനെയാണ് വളർന്നു വന്നത്? അയാളുടെ ചോരയിൽ കുളിച്ച് കുറുമ കൊള്ളുന്ന, പെട്ടെന്ന് എൻ്റെയും നാവിൻ്റെ തുമ്പത്ത് വരുന്നത് കാടത്തെന്നാണ്. പക്ഷെ ആ വാക്ക് ഞാൻ ഉപയോഗിക്കില്ല. കാരണം നാടത്തം സൃഷ്ടിച്ച ഒരു അപരം എന്ന അർത്ഥത്തിലാണ് കാടത്തം എന്ന വാക്ക് കൊള്ളരുതായ്മയുടെ, ക്രൂരതയുടെ പര്യായമായി നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ വാക്ക് ഉപേക്ഷിക്കാം. പകരം നമ്മൾക്ക് ഫാസം എന്ന് തന്നെ പറയാം, നവഫാസം എന്ന് പറയാം. എന്തു പറഞ്ഞാലും ബാബു ബജ്രംഗിയെക്കുറിച്ചൊരു വാക്യം കൂടി പറഞ്ഞുകൊണ്ട് ക്യായെക്കുറിച്ചുള്ള ഈ ഒരു ഭാഗം അവസാനിപ്പിക്കാമെന്നാണ് കരുതുന്നത്. ബാബു ബജ്രംഗി പറഞ്ഞത്, ഇനിയൊരവസരം കിട്ടിയാൽ, അവിടെയാണ് നമ്മൾ അടിവര ചാർത്തേണ്ടത്, ഏതെങ്കിലും വികാര വിക്ഷോഭത്തിൻ്റെ ഭാഗമായി ഒരു ക്രൂരകൃത്യത്തിൽ ഏർപ്പെട്ടു പോയി എനിക്കൊരു തെറ്റുപറ്റിയതാണ് എന്ന് കുമ്പസരിക്കുകയല്ല, പ്രായശ്ചിത്തം ചെയ്യുകയല്ല ബാബു ബജ്രംഗി പറഞ്ഞത്. തഹൽക്കയുടെ അഭിമുഖത്തിൽ അയാൾ പറഞ്ഞത്, ഇനിയൊരവസരം കിട്ടിയാൽ ഇനിയും ഞാനിത് തന്നെ ആവർത്തിക്കും, ഞാനിതിൽ ആഹ്ലാദിക്കുന്നു എന്ന് മാത്രം പറഞ്ഞ് അയാൾ നിർത്തിയിരുന്നുവെങ്കിൽ അത് അയാളുടെ വ്യക്തിപരമായ കൊള്ളരുതായ്മയുടെ, നെറികേടിൻ്റെ, അല്പത്തരത്തിൻ്റെ, ഭീകരതയുടെ ഭാഗമാണ് എന്ന് മാത്രം നമുക്ക് കരുതാമായിരുന്നു. പക്ഷേ അയാൾ പറഞ്ഞത്, ഈ കൊലകൾ നടത്തുമ്പോൾ എന്നിൽ റാണാ പ്രതാപ് ആവേശിക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു എന്നാണ്. അതാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞ റമീല താപ്പർ ചൂണ്ടിക്കാണിച്ച ചരിത്ര പഠനത്തിലെ അപാകതകൾ. എങ്ങനെയാണ് ഒരു വംശഹത്യക്ക് ഊർജം പകരുന്നത്? എങ്ങനെയാണ് മനുഷ്യനെ കൂട്ടക്കുരുതിക്ക് പാകമായ ആശയങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്? അതുകൊണ്ട് ക്യാ വെറുമൊരു കവിതയല്ല,
അത് ഈ വംശഹത്യയുടെ സമസ്ത സംഘർഷങ്ങളും ഉൾക്കൊള്ളുന്ന കവിതയ്ക്കും അപ്പുറത്തുള്ള ഒരു കവിതയാണ്. ആ നിലക്ക് നമുക്ക് ഈ വംശഹത്യ അനന്തര ഗുജറാത്തിലേക്കും വംശഹത്യ നടന്ന ഗുജറാത്തിലേക്കും വംശഹത്യ പൂർവ്വ ഗുജറാത്തിലേക്കുമുള്ള ഒരു വഴികാട്ടിയായി ഈ കവിതയെ കാണാം എന്ന് മാത്രമാണ് ഈ കവിതയെക്കുറിച്ച് ഇപ്പോൾ പറയുന്നത്. ബാക്കി അടുത്ത ഭാഗത്ത് വിശദമാക്കാം.